അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇക്കാലത്ത് ദീനിയായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ എത്രയോ പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വിവരണത്തിന് ആവശ്യമില്ലാത്ത വണ്ണം വ്യക്തമാണ്. ഈമാനിന് ശേഷം ഇബാദത്തുകളിൽ ഏറ്റവും മഹത്വവും പ്രാധാന്യവുമുള്ളത് നമസ്കാരത്തിനാണെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുള്ളതാകുന്നു. ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദിക്കപ്പെടുന്നതും നമസ്കാരത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്രകാരമുള്ള നമസ്കാരത്തെ പോലും ഇന്ന് ജനങ്ങളിൽ പലരും ഉപേക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേറെ പരിതാപകരമായ ഒരു കാര്യം, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ശബ്ദവും ഫലപ്രദമായ രീതിയിൽ അവരുടെ ചെവിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ദീനിയായ പ്രചരണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന മാർഗങ്ങളും കാര്യമായി പ്രയോജനപ്പെട്ട് കാണുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യാം എന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളെപ്പോലെ കഴിവ് കുറഞ്ഞവർക്ക് ഇതിൽ പല വിധത്തിലുള്ള വിഷമതകളുണ്ട്. പരിശുദ്ധ വാക്യങ്ങളുടെയും അത് പറഞ്ഞവരുടെയും അനുഗ്രഹത്താൽ ഫലമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും മറ്റു പലരുടെയും വിജയാശംസകളും പരിശുദ്ധ ഹൃദയരായ ചില മഹാന്മാരുടെ നിർബന്ധവും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് മനോധൈര്യം നൽകുന്നു. ആകയാൽ ഇതിൽ നിസ്കാരത്തെക്കുറിച്ച് മാത്രമുള്ള ഏതാനും ഹദീസുകളുടെ അർത്ഥം മാത്രം പറഞ്ഞു തരാം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പൊതുവെ 3 വിഭാഗക്കാരായി കാണപ്പെടുന്നു. ഒരു വിഭാഗം നമസ്കാരത്തെ തീരെ വില കൽപ്പിക്കാത്തവർ. രണ്ടാമത്തെ വിഭാഗം നമസ്കരിക്കുന്നവരാണെങ്കിലും അത് ജമാഅത്തായി നിർവഹിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരാണ്. മൂന്നാമത്തെ വിഭാഗം നമസ്കരിക്കുകയും ജമാഅത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് ശരിയായ ശ്രദ്ധയില്ലാതെ മോശമായ നിലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇക്കാരണത്താൽ ഇവരെ 3 വിഭാഗത്തിനും അവരെപ്പറ്റി പരാമർശമുള്ള ഹദീസുകളാണ് തുടർന്ന് വരുന്ന കുറച്ച് വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് ഷഹാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ ഇഖാമസ് സ്വലാത്തി വ ഈതാഇ സകാത്തി വൽ ഹജ്ജ വ സൗമ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം 5 തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ പറയപ്പെട്ടിരിക്കുന്ന 5 കാര്യങ്ങളും ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധ വാക്യത്തിലൂടെ 5 തൂണുകളിന്മേൽ നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനോട് ഇസ്ലാമിനെ ഉപമിച്ചിരിക്കുന്നു. കലിമത്തു ഷഹാദ നടുത്തൂണിനോടും ബാക്കി 4 കാര്യങ്ങൾ 4 മൂലയിലുള്ള തൂണുകളോടും തുല്യമാണ്.
ഇതിൻ്റെ നടുത്തൂണില്ലെങ്കിൽ കൂടാരമേ ഇല്ല. 4 മൂലത്തൂണുകളിൽ ഒന്നല്ലെങ്കിൽ കൂടാരമുണ്ടെന്ന് പറയാമെങ്കിലും ഏത് ഭാഗത്ത് തൂണാണോ ഇല്ലാതിരിക്കുന്നത് ആ ഭാഗം പൊളിഞ്ഞിരിക്കുകയും മറ്റ് ഭാഗങ്ങൾക്കും ബലക്ഷയമുണ്ടാക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഇസ്ലാമാകുന്ന കൂടാരത്തെ എപ്രകാരം നിലനിർത്തിയിട്ടുണ്ടെന്നും ഇസ്ലാമിൻ്റെ ഏത് ഭാഗത്തെ പരിപൂർണമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഓരോരുത്തരും ഗാഢമായി ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ ഈ 5 കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതും ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് തന്നെ ഇക്കാര്യങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതുമാകുന്നു. അതായത് ഒരു മുസ്ലിം താനൊരു മുസ്ലിമാണെന്ന നിലയിൽ ഈ 5 കാര്യങ്ങളെയും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈമാനിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം നമസ്കാരമാണ്. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമസ്കാരമാണെന്ന് മറുപടി പറഞ്ഞു. അതിനുശേഷം അള്ളാഹുവിന് പ്രിയപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നും പിന്നീട് അള്ളാഹുവിന് പ്രിയപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ജിഹാദ് എന്നും മറുപടി പറയുകയുണ്ടായി. ഇത് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈമാനിന് ശേഷം അമലുകളിൽ വെച്ച് ഏറ്റവും പ്രഥമമായത് നമസ്കാരമാണ് എന്നുള്ള ഉലമാക്കളുടെ അഭിപ്രായത്തിന് മേൽപ്പറഞ്ഞ ഹദീസും അല്ലാഹു തആല അവൻ്റെ ദാസന്മാർക്കായി നിശ്ചയിച്ചിരിക്കുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമസ്കാരം എന്നുള്ള സ്വഹീഹായ ഹദീസും വളരെ വ്യക്തമായ തെളിവുകളാണെന്ന് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന ആശയം വ്യക്തമാക്കുന്ന അനേകം ഹദീസുകളുണ്ട്. ഈ ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സലമാ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, ഉബാദ റളിയല്ലാഹു അൻഹു എന്നീ 5 സഹാബാക്കളിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ളതായി എഴുതിയിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നും നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുന്നതാണ് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമ്മു ഫർവ റളിയല്ലാഹു അൻഹു എന്നിവർ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഹദീസുകളുടെ എല്ലാം ആശയം തുല്യമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശൈത്യകാലത്ത് വൃക്ഷങ്ങളിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിയിലേക്ക് വന്ന് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കി ഹേ അബൂദർ എന്ന് വിളിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ നിശ്ചയമായും ഒരു മുസ്ലിമായ ദാസൻ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് നിസ്കരിച്ചാൽ ഈ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞതുപോലെ അവൻ്റെ പാപങ്ങൾ അവനിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ശൈത്യകാലത്ത് ചില വൃക്ഷങ്ങളിൽ ഒരു ഇല പോലും ശേഷിക്കാതെ പൊഴിഞ്ഞു പോകാറുണ്ട്. ഇപ്രകാരം ഇഖ്ലാസോട് കൂടി ഒരാൾ ശരിയായ രീതിയിൽ നിസ്കരിച്ചാൽ അയാളുടെ സർവ്വ പാപങ്ങളും മാപ്പ് ചെയ്യപ്പെടുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വാക്യങ്ങളെക്കുറിച്ചും നബിവചനങ്ങളെക്കുറിച്ചും കൂലങ്കഷമായി പരിചിന്തനം നടത്തുന്ന മുഫസ്സിറുകൾ നമസ്കാരം പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നു, വൻ പാപങ്ങൾ തൗബ കൂടാതെ പൊറുക്കപ്പെടുകയില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തൗബ, ഇസ്തിഗ്ഫാർ എന്നിവയിലും നിസ്കാരത്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരുടെയെങ്കിലും വൻപാപങ്ങളും നമസ്കാരം മുഖേന അള്ളാഹു മാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം തന്നെയായിരിക്കും. അത്തരം അനുഗ്രഹം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.